ഇമാമുന സുയൂത്തി തങ്ങളുടെ റിസാലയിലേക്ക് കടന്നു വരാം. മഹാൻ പറയുന്നു, ഖുർആൻ ഓതുകയും മുത്തായ നബി തങ്ങളുടെ ജന്മം നടക്കുന്ന സമയത്തുണ്ടായ അനുഭവങ്ങൾ, അതാണ് നമ്മൾ മൗലിദ് കിതാബിൽ പാരായണം ചെയ്യുന്നത്. ആമിന നബി റളിയല്ലാഹു അൻഹ പ്രകാശം കണ്ടുവന്നും ഹബീബായ നബി തങ്ങൾ ജനിക്കാൻ പോകുമ്പോ മാലാഖമാര് വന്ന് ആശ്വസിപ്പിച്ചു കൊടുത്തുവെന്നും അവരുടെ ശരീരത്തിൽ നിന്നും ഷാമിലെ ബുസ്റായുടെ കോട്ടകൾ കാണപ്പെടുമാർ വളരെ പ്രഭയാർന്ന ഒരു പ്രകാശം ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടു എന്ന് പറയുന്ന ഹദീസുകൾ ഇമാം അബൂദാവൂദ് തങ്ങളടക്കമുള്ള ഇമാം തുർമിദി തങ്ങളടക്കമുള്ള പ്രഗത്ഭരായ ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഹദീസിന്റെ കിതാബുകളിലുള്ള സംഭവങ്ങളാണ്. അത് പറയുന്നത് ഹബീബിന്റെ ദൃഷ്ടാന്തങ്ങൾ പറയുന്നത് വമാ വഖഅ ഫീ മൗലിദിഹി മിനൽ ആയാത്ത്, സാവാ തടാകം വച്ചിയെന്നും ഇറാനുകളുടെ തീ അണഞ്ഞുപോയെന്നും അവരുടെ ഇർത്തജ്ജ ഈവാനു കിസ്റയുടെ കൊട്ടാരം വിറച്ചുവെന്നും ഹബീബായ നബി തങ്ങൾ ലോകത്തേക്ക് പിറന്നു വീണപ്പോൾ എല്ലാ ബിംബങ്ങളും മുഖം കുത്തി വീണു എന്നും നാം മൗലിദിന്റെ കിതാബുകളിൽ പാരായണം ചെയ്യുന്നുണ്ട്. ഈ ദൃഷ്ടാന്തങ്ങൾ പാരായണം ചെയ്യുന്നത് അതല്ലേ അയാ സോനമൽ ഈദിൽ ലദീ സഫ ഹൗലഹു സ്വനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുർബി സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താർ ഖൈറിൽ ബരിയതി. അതുപോലെയുള്ള സംഭവങ്ങൾ പാരായണം ചെയ്തതിന്റെ ശേഷം ജനങ്ങൾക്ക് തിന്നാൻ വേണ്ടി ഭക്ഷണം കൊടുക്കും. ഇത് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് മൗലിദിൽ നടക്കാറുള്ളത്. വയൻസരിഫൂന മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക, ഇത്രമാത്രം ഖുർആൻ ഓതുകയും ഹബീബിന്റെ മദ്ഹ് പാടുകയും പറയുകയും റിവായത്തുകൾ ഹദീസുകൾ ഉദ്ധരിക്കുകയും ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന ഇതാണ് മൗലിദിന്റെ അസ്ല്, അടിസ്ഥാനങ്ങൾ ഇത്രയാണ്. അത് മിനൽ ബിദഇൽ ഹസന, അത് നല്ല ബിദ്അത്തുകളിൽ പെട്ടതാണ്. അപ്പൊ ചില ആളുകൾ കൊണ്ടുവരും അല്ലാമ ഇബ്നു തൈമിയ എന്നവർ വിളിക്കുന്ന ആൾ, അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് വിളിക്കുന്ന ആൾ, ഇവരുടെയൊക്കെ വാക്കുകളിൽ ബിദ്അത്ത് ഒന്നേ ഉള്ളൂ എന്നും എല്ലാ ബിദ്അത്തും മുൻകറത്ത് തന്നെയാണെന്നും ഉള്ള അഭിപ്രായങ്ങൾ അത്തരം പണ്ഡിതന്മാരെ ഉദ്ധരിക്കുമ്പോൾ പറയട്ടെ, അവരെക്കാളും പ്രഗത്ഭരായ ലോകം അംഗീകരിച്ച പണ്ഡിതനാണ് ഇമാമുന സുയൂത്തി തങ്ങളും ഇമാമുന നമ്മുടെ മദ്ഹബിന്റെ പ്രിയപ്പെട്ട ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അവരൊക്കെ ബിദ്അത്ത് രണ്ട് വിധമുണ്ടെന്നും ലോകത്ത് പുതുതായി ഉണ്ടാകുന്നതെല്ലാം പാടില്ലാത്തതാണെന്ന് പറഞ്ഞാൽ ഡിജിറ്റലായി ഖുർആൻ സൂക്ഷിക്കുന്നത്, ഡിജിറ്റലായി നമ്മുടെ കിതാബുകൾ സൂക്ഷിക്കുന്നത്, ദീനീ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത്, സമ്മേളനങ്ങൾ ഉണ്ടാക്കുന്നത്, ഇതുപോലെയുള്ള മൈക്ക് വെച്ച് ഹബീബിന്റെ മദ്ഹ് പറയുന്നത്, ഇതൊക്കെ പാടില്ലാത്തതാണോ? എല്ലാം പാടില്ലാത്തതാണ്. നബിയുടെ കാലത്തില്ലാത്തതൊന്നും ഇനി ലോകത്തൊന്നും പാടില്ല എന്ന് പറയരുതെന്നും അള്ളാഹുവിന്റെ കിതാബിനും ഹബീബിന്റെ സുന്നത്തിനും ഉമ്മത്തിന്റെ ഇജ്മാഇനും ഉമ്മത്തിലെ നമ്മുടെ അടിസ്ഥാനങ്ങളായ ഉസൂലുകൾ ഖിയാസോ ഇസ്തിഹ്സാനോ മസാലിഹുൽ മുർസലയോ റഅയു സ്വഹാബിയോ ഉർഫോ, ഇതൊക്കെ ഇല്ലേ ഉസൂലുകളിൽ? ഇതിനോടൊന്നും എതിരില്ലാത്ത വിധത്തിൽ ഒരു സംഗതി പുതുതായുണ്ടായാൽ ആ വിഷയം നിങ്ങൾ തള്ളപ്പെടേണ്ടതാണെന്ന് പറയരുത്. ഇമാമുന സുയൂത്തി തങ്ങൾ പറയുന്നു മിനൽ ബിദഇൽ ഹസന, അത് നല്ല പുതുതായുണ്ടായത് തന്നെ, പക്ഷേ അത് നല്ലതാണ്, അതൊരു നന്മയാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ നന്മയാണ്. അല്ലതി യുസാബു അലൈഹാ സാഹിബുഹാ, അത് ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു പ്രതിഫലം നൽകും. ലിമാ ഫീഹി, എന്തുകൊണ്ട്? മിൻ തഅദീമി ഖദരിൻ നബി, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്ഥാനം ഉയർത്തലാണ്. അത് ഹബീബിനെ ഉയർത്തലല്ലേ? അത് നാലാളുകൾക്ക് ഹബീബിനെ തിരിച്ചറിയാനുള്ള അവസരമല്ലേ? അത് ഹബീബിന്റെ മൗലിദ് പാരായണം നടക്കുമ്പോൾ ഹബീബിനെ ഉയർത്തലല്ലേ? ഹബീബിനെ വന്ദിക്കലല്ലേ? വഇദ്ഹാറുൽ ഫറഹി, സന്തോഷം രേഖപ്പെടുത്തലാണ്. അതുകൊണ്ടാണ് മിഠായി വിതരണം ചെയ്യുന്നത്, അതുകൊണ്ടാണ് പായസം വിതരണം ചെയ്യുന്നത്, സന്തോഷം കാണിക്കലാണ്. വല്ലിസ്തിബ്ശാരി ബിമൗലിദിഹി ശരീഫി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ലോകത്ത് വന്നതിലുള്ള ആനന്ദം രേഖപ്പെടുത്തലാണത്. ഇതെല്ലാം ഒരു മനുഷ്യൻ ചെയ്താൽ
നമ്മുടെ ഇമാമുമാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കെ ഏതെങ്കിലും ആളുകൾ എഴുന്നേറ്റ് നിന്ന് ഇതൊന്നും പാടില്ലെന്ന് പോസ്റ്ററുകളായിട്ട്, സന്ദേശങ്ങളായിട്ട്, പ്രഭാഷണങ്ങളായിട്ട് നാടുനീളെ പറഞ്ഞു നടക്കുമ്പോൾ മിനിമം അള്ളാന്റെ റസൂലിന്റെ സ്ഥാനം ഉയരാനാണോ? ഇതുപോലെ റബീഉൽ അവ്വൽ വരുമ്പോൾ പോലും മിണ്ടരുത്, ഹബീബിനെ പറ്റി പറയരുത് എന്ന് പറഞ്ഞ് ഒരു നിർജീവമായി ഹബീബ് വന്നൊരു മാസം, ഹബീബ് ജനിച്ചൊരു സമയം, ആ ഒരു പുണ്യമായ നേരത്തെ നിങ്ങൾ നിസ്സാരമായി കാണണം എന്ന് പറയാനല്ലേ ഇതുപോലെയുള്ള വാദങ്ങൾ ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അല്ലാഹുവിനെ സൂക്ഷിക്കുക. ദീനിലെ നന്മകളെല്ലാം വേണ്ട വേണ്ട വേണ്ട, എല്ലാം ശിർക്ക്, എല്ലാം കുഫർ, എല്ലാം മർദൂദ് എന്ന് പറയുമ്പോൾ എന്താണ് പിന്നെ ദീനിൽ ബാക്കിയുണ്ടാവുക? എല്ലാ നന്മകളും വേണ്ട വേണ്ട, എല്ലാം ബിദ്അത്ത്. എന്റെ ഒരു ബ്രിട്ടീഷുകാരനായ സുഹൃത്തുണ്ട്, മുസ്ലിം. അദ്ദേഹം ബ്രിട്ടീഷുകാരനാണ്, മുസ്ലിമാണ്. അദ്ദേഹം തന്റെ അനുഭവങ്ങൾ വിവരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ലണ്ടനിൽ ഇതുപോലെ കുറച്ച് കൂട്ടരുണ്ട്. അദ്ദേഹം പറഞ്ഞു ബിദാ 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 ശിർക്ക് ശിർക്ക് ശിർക്ക്. അദ്ദേഹത്തിന് അറബി അത്രക്കറിയില്ല. അദ്ദേഹം പറയാം ഞങ്ങളുടെ നാട്ടിൽ ഇംഗ്ലണ്ടിൽ, അദ്ദേഹം ലണ്ടനിലെ കാര്യം പറഞ്ഞു, തൊട്ടപ്പുറത്താണ് മാഞ്ചസ്റ്റർ ഉള്ളത്, ഒരുപാട് അടുത്ത സ്റ്റേറ്റുകളുണ്ട്. അദ്ദേഹം പറയും ഇവിടെയൊക്കെ കുറെ ആളുകൾ പരിശുദ്ധ റബീഉൽ അവ്വൽ വരുമ്പോ, റമദാൻ വരുമ്പോ ശിർക്ക് ശിർക്ക് ശിർക്ക്, ബിദാ 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 ഇത് പറയുന്ന ആളുകൾ ഞങ്ങളുടെ നാട്ടിൽ ഇഷ്ടം പോലെയാണ്. ഞാൻ ചോദിച്ചു നിങ്ങളെ നാട്ടിലുണ്ടോ? അവിടെ ഉണ്ടല്ലേ? ഞങ്ങളെ നാട്ടിലുണ്ട്. നോക്കുമ്പോ അത് ലോകത്ത് എല്ലായിടത്തുമുണ്ട്. ബിദ്അത്ത് വർദ്ധിക്കുന്നതും അത് ആണ്ടുപൂണ്ട് കിടക്കുന്നതും ഇസ്ലാമിന്റെ എസൻസും ഈമാനിന്റെയും സ്പിരിച്വാലിറ്റിയുടെയും ഖാദിൽ നഷ്ടപ്പെടുത്തുന്ന ഇതുപോലെയുള്ള തുരങ്കം വെക്കുമ്പോ ഇസ്ലാമിന്റെ അസ്തിത്വമാണ് ലോകത്ത് ഇല്ലാതെയായി പോവുക. ഹബീബിനോടുള്ള ഹുബ്ബല്ലേ ദീൻ? ഹബീബിനോടുള്ള ഹുബ്ബില്ലെങ്കിൽ എന്തു ദീൻ? യാ അയ്യുഹല്ലദീന ആമനൂ لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. ആരെയും വേദനിപ്പിക്കാനോ ആക്ഷേപിക്കാനോ അല്ല നാം ഈ ചർച്ച ചെയ്യുന്നത്. മഹാനായ കുഞ്ഞിക്കോയ തങ്ങൾ അവർ ഇരിക്കുന്ന സദസ്സാണിത്. ഈ പുണ്യമായ സദസ്സിൽ സാദാത്യന്മാർ, മുദരിസായ ഉസ്താദുണ്ട്, ഇവിടെ അബ്ദുൽ ഖാദിർ സഖാഫി പണ്ഡിതന്മാരുണ്ട്, ആലിമീങ്ങളുണ്ട്, സാദാത്യങ്ങളുണ്ട്. ഇവരൊക്കെ ഇരിക്കുന്ന ഒരു സദസ്സിൽ, പണ്ഡിതന്മാരിരിക്കുന്ന ഒരു സദസ്സാണിത്. അതുകൊണ്ട് തന്നെ ആധികാരികമായ ബോധത്തോടുകൂടെ തന്നെ പറയട്ടെ, ഇസ്ലാമിന്റെ ഉള്ളിൽ മനുഷ്യർക്ക് പരസ്പരം സംശയങ്ങൾ ഉണ്ടാക്കുകയും നന്മകളായ നന്മകളെ ഇല്ലായ്മ ചെയ്യുകയും ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത, ഇന്നലെ വരെ ഉണ്ടായിട്ടില്ലാത്ത ആശയങ്ങൾ ഇന്ന് കൊണ്ടുവരികയും ഒരു നൂറ്റാണ്ടിന്റെ മുമ്പ് വരെ ലോക മുസ്ലിമീങ്ങൾ അംഗീകരിച്ച വിഷയങ്ങൾ, ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞ പോലെ മാ റആഹുൽ മുസ്ലിമൂന ഹസനൻ ഫഹുവ ഇൻദല്ലാഹി ഹസൻ. അത്രയും കാലം, നൂറ്റാണ്ടുകൾ ആചരിച്ചു വന്ന ഒരു സംഗതിയെ വളരെ പെട്ടെന്ന് അങ്ങ് ധൈര്യത്തോടെ ഇറങ്ങി പുറപ്പെട്ടങ്ങ് പറയല്ലേ ബിദ്അത്താണെന്ന്.